എല്ലാവർക്കും നമസ്തേ. കേരള പോലീസിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായിയും CPM-ഉം അല്ലേ? ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് പൊതുജനങ്ങൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട അക്രമ പരമ്പര സൂചിപ്പിക്കുന്നത്. അവിടെ പോലീസുകാർ നോക്കുകുത്തിയായി നിന്ന് അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം കേരളം മൊത്തം കണ്ടതാണ്. കേരളം തന്നെയല്ല, ലോകം മൊത്തം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ED നടത്തിയ റെയ്ഡിനെക്കുറിച്ച് കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും ഈ കരിമണൽ കർത്തയുടെ CMRLൻ്റെ സ്ഥാപനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട 12 ഇടങ്ങളിലാണ്, കേന്ദ്രങ്ങളിലാണ് ഇന്നലെ റെയ്ഡ് നടന്നത്. എന്നാൽ അതിൽ കേരളത്തിൽ നമ്മുടെ ഈ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി താമസിക്കുന്ന വീട്, കാരണം അദ്ദേഹത്തോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ മകൾ താമസിക്കുന്നത്. പിണറായിയുടെ മരുമകനും മുൻ മന്ത്രിയുമായി, അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, ഈ കേസിലെ പ്രധാന കണ്ണിയായിട്ടുള്ള പ്രതിയായിട്ടുള്ള മകൾ വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയും CPM നേതാവുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ വീട്, പിന്നെ CMRLൻ്റെ ഓഫീസ്, CMRLൻ്റെ ഉടമയായ കർത്തായുടെ വീട് എല്ലാം റെയ്ഡ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ED ആണ് റെയ്ഡ് ചെയ്തത്. അവർക്ക് സംരക്ഷണവുമായിട്ട് CRPFൻ്റെ ജവാന്മാരും ഉണ്ടായിരുന്നു, ആയുധധാരികളായിട്ടുള്ള ജവാന്മാരും ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ ഈ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പിണറായിയുടെ മരുമകൻ്റെ വീട്ടിൽ, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് CPM നേതാക്കളും ഒക്കെ ആ കണ്ണൂരെ ആ വീടിൻ്റെ പരിസരത്ത്, പിണറായിയുടെ കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വീടും ED പരിശോധനയ്ക്ക് വിധേയമായി. അവിടെ പിണറായി അവിടെ ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കണ്ണൂരിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തങ്ങളുടെ അണികളുമായി അവിടെ നിലയുറപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെയായിരുന്നു മരുമകൻ റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴും പാർട്ടി നേതാക്കളും അവർ അനുയായികളും അവിടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൂടിയത് കണ്ടത്. അവിടെയെല്ലാം ഇവർ സംഘർഷത്തിലേക്ക് എത്തിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ എന്തോ അങ്ങനെ സംഭവിച്ചില്ല. എന്നാൽ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് നിർണായകമായ പല ബാങ്ക് അക്കൗണ്ടുകളും ദുരൂഹ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു. അവർ റെയ്ഡ് പൂർത്തിയാക്കി പോകാൻ വെളിയിലേക്ക് ഇറങ്ങി. അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ അവിടെ ഒരാഹ്വാനം നടത്തിയിരുന്നു തൻ്റെ അണികൾക്ക്. ഇതിലൊന്നും തളരുന്നതല്ല ഈ പ്രസ്ഥാനവും താനുമെന്നും, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരുമിച്ച് പോരാടാം എന്നൊക്കെ ഉള്ള ഒരു പ്രസ്താവന അണികൾക്കൊരു സന്ദേശം നൽകിയിരുന്നു. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് പിണറായി വിജയൻ ഒരു അക്രമത്തിന് വേണ്ടി പരോക്ഷമായ സന്ദേശമാണ് നൽകിയത് എന്ന് നമ്മൾ ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും ആ രീതിയിൽ തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഒരു അക്രമത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ്, കൊലപാതകത്തിനുൾപ്പെടെ. വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസ് കേട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ, അവരെ ശാരീരികമായി ഇല്ലാതാക്കാൻ അദ്ദേഹം നിങ്ങൾ അവരെ ഇറങ്ങി തല്ലിക്കോ എന്ന് നേരിട്ട് പറയാതെ അവർ നടത്തുന്നത്, ഇവരെ ഉപദ്രവിച്ചപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, ഇത് അക്രമമൊന്നുമല്ല, രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. അപ്പം ഇനിയും നിങ്ങൾ ഇതേപോലെ അക്രമം നടത്തിക്കോളൂ, തനിക്കെതിരെ ഒരു ചെറിയൊരു പ്രതിഷേധം പോലും താൻ അംഗീകരിക്കുന്നില്ല, അത് പാർട്ടിക്കാരും അതിനൊപ്പം തനിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ്
അവർക്ക് ഇത് രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ഇവർക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നു ചെയ്ത് ഇതേപോലെ അക്രമം നടത്താൻ. അങ്ങനെയുള്ള ഒരു പിണറായി വിജയൻ്റെ സ്വഭാവം നമ്മൾക്കറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ അണികൾക്ക് അക്രമത്തിനുള്ള ഒരു സന്ദേശം പരോക്ഷമായി കൊടുത്തതാണെന്ന് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പോലീസിനും അതറിയാം. പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം, രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെതുമുണ്ട്. ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഈ വ്യക്തമായ സൂചനയുണ്ടായിരുന്നു ED ആക്രമിക്കും എന്നുള്ളത്. കാരണം അച്ഛനും മോളും ഈ മകളെ മറയാക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതിന് മകളെ അദ്ദേഹം മുന്നിൽ നിർത്തിയെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായും അന്വേഷണം മകൾ താമസിക്കുന്നിടത്ത് തന്നെ നടക്കും. അദ്ദേഹം എന്തുകൊണ്ടാണ് മകളെ തന്നോടൊപ്പം തന്നെ താമസിപ്പിക്കുന്നത്? മകളെ വിവാഹം കഴിച്ചു വിട്ട ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാതെ തന്നോടൊപ്പം താമസിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനറിയാം ഏത് നിമിഷവും ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാകും. താൻ മുൻ മുഖ്യമന്ത്രിയും CPMൻ്റെ പരമോന്നത നേതാവുമായതുകൊണ്ട് താനുള്ളിടത്ത് ED വരത്തില്ല എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മകളെ ഭർത്താവിൻ്റെ വീട്ടിൽ അയക്കാതെ തന്നോടൊപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ EDക്ക് അതൊന്നും ഒരു വിഷയമല്ല. മുൻ മുഖ്യമന്ത്രിയല്ല, മുൻ പ്രധാനമന്ത്രിയല്ല, നിലവിലും ഉള്ള മുഖ്യമന്ത്രി ഒന്നും വ്യത്യാസമില്ലാതെ അവരവരുടെ ജോലി ചെയ്യും. പ്രത്യേകിച്ച് കോടതിയിൽ നിന്നും ഉത്തരവ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ഉത്തരവ്. അതനുസരിച്ചാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയതും നിർണായകമായ പല രേഖകളും പിണറായിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതും. അത് കഴിഞ്ഞ് അവർ പോകാനിറങ്ങിയപ്പോഴാണ് ഈ അക്രമങ്ങളുണ്ടായി. അവരുടെ കാറുകൾ തല്ലി തകർക്കുന്നു. ഉദ്യോഗസ്ഥരെ, വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സംഭവം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് തന്നെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പോലീസ് അത് കയ്യും കെട്ടി നോക്കുന്നത്? അത് തന്നെയുമല്ല, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ, മുൻ മന്ത്രിമാരും നേതാക്കളുമായ കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, MLA ആയ ജോയി, MP ആയ ജോൺ ബ്രിട്ടാസ്, ഇവരുടെ എല്ലാം പശ്ചാത്തലം നമുക്കറിയാവുന്ന, ഇവരെല്ലാം ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിയാം. നിയമസഭയിൽ വി ശിവൻകുട്ടി കാണിച്ചു കൂട്ടിയതും എല്ലാം, നമ്മൾ അക്രമം കാണിച്ചതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട്, ഇപ്പോഴും അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് നമുക്കറിയാം ഇവരെല്ലാം ഇതേപോലെ ഈ കുറ്റകൃത്യം ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് ഇവർക്ക് മൗനാനുവാദം നൽകുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ED ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യനിർവഹണത്തിന് ശേഷം തിരിച്ചു പോകാൻ നേരം എന്തുകൊണ്ട് പോലീസുകാർ ഇവരെ ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയില്ല? പൂർണ്ണമായിട്ടും അവരെ അവിടുന്ന്, ആ പ്രവർത്തകരെ, അക്രമത്തിന് തയ്യാറായി നിൽക്കുന്ന, പ്രത്യേകിച്ച് പിണറായിയുടെ ആഹ്വാനം കേട്ട് അക്രമത്തിന് തയ്യാറായി നിൽക്കുന്ന ഈ പ്രവർത്തകരെ എന്തുകൊണ്ട് പോലീസുകാർ അവിടെ നിന്നും മാറ്റിയില്ല? അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പിണറായിയുടെയും CPMൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ കേരള പോലീസ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവർ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ പ്രവർത്തകരെ പൂർണ്ണമായിട്ട് അവിടുന്ന് ഒഴിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പോകാനുള്ള വഴിയൊരുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഇവർ ആക്രമിക്കുന്നത് കണ്ട് പോലീസുകാർ, നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നിട്ട് ഒരു അടിയോ പിടിയോ ഉണ്ടായാൽ നമ്മളതിനെ തടയാൻ ശ്രമിച്ചില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെറിയ തോതിൽ പോലീസുകാർ അവരെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. അവിടെ നിന്ന നേതാക്കന്മാർ, ഈ MV ഗോവിന്ദനാട്ടെ, ബ്രിട്ടാസ് ആട്ടെ, ശിവൻകുട്ടിയാട്ടെ, കടകംപള്ളിയാട്ടെ, ജോയി ആട്ടെ, ഒരുത്തനും ഒരുത്തനും റഹീം ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മറ്റുള്ള ഈ മുൻപ് പറഞ്ഞ പേരുകാരായിട്ട് ഒരുത്തരും ഇതിനെ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രവർത്തകർ കൂട്ടം കൂടി നിന്നതും അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതും. പ്രകോപനപരമായ മുദ്രാവാക്യം തന്നെയാണ് MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ അവിടെ നേതാക്കളും അണികളും വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയതാണ് ഇവിടെ ഒരു അക്രമം ഉണ്ടാകും എന്നുള്ളത്. അത് തന്നെയല്ല അവരുദ്ദേശിച്ചത്. ഇവരുടെ കൂടെ 4-5
CRPF ജവാന്മാരുണ്ടായിരുന്നു, ഇവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കാൻ. അവർ മെഷീൻ ഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു അവർ നിലയുറപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവർക്കെതിരെ ഒരു അക്രമമുണ്ടായാൽ അവരെ രക്ഷിക്കുന്നതിനായിട്ട് ഈ കേന്ദ്ര സേനാംഗങ്ങൾ വെടിവെച്ചാൽ കുറേയേറെ രക്തസാക്ഷികളെ തങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും പിണറായിക്കും ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ ആ ആഗ്രഹം അത് വെച്ചിട്ട് ഇവർക്ക് പാർട്ടിക്ക് മുതലെടുക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് ഈ പ്രവർത്തകരെ ഗുരുതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പിണറായിയും ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവരുടെ ആ ഒരു ആഗ്രഹം സഫലമാകാതിരുന്നത് കാരണം ഈ കേന്ദ്ര സേനാംഗങ്ങൾ അവരുടെ ആയുധമുണ്ടായിട്ടും അവർ സ്വയം രക്ഷിക്കുന്നതിനും ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിനുമായി വെടിവെച്ചില്ല എന്നുള്ളത് മാത്രം, അവർ സംയമനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് പാർട്ടി പിണറായിയുടെയും സെക്രട്ടറി ഗോവിന്ദൻ്റെയും മറ്റ് നേതാക്കളുടെയും ഈ ആഗ്രഹം സഫലമാകാതിരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അത്രമാത്രം അവർ സംയമനം പാലിച്ചു. അതിൽ നേതാക്കൾക്ക് നിരാശ കാണും, അവർക്ക് രക്തസാക്ഷികളെ കിട്ടാതിരുന്നതിൽ നിരാശ കാണും. എന്നിട്ട് അത് കഴിഞ്ഞെന്താണ് സംഭവിച്ചത്? ഇവരെ ആക്രമിച്ചു, ഇവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തു, ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചു, വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആണ് ഇവർ കൊല്ലാൻ ശ്രമിച്ചത്. അവിടെ നിന്ന് എങ്ങനെ അവരുടെ ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവൻ തിരികെ കിട്ടിയതും കൂടുതൽ അത്യാഹിതം ഉണ്ടാകാതിരുന്നത്. അവരവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അവർ പരാതി പോലീസ് സ്റ്റേഷനിൽ, കേരള പോലീസിൽ പരാതി നൽകി. വധശ്രമം ഉൾപ്പെടെ കുറ്റം ചുമത്തിക്കൊണ്ടാണ് അവർ പരാതി നൽകി. കൊല്ലട അവരെ എന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് ഈ അക്രമമെല്ലാം നടത്തിയത് ഈ നേതാക്കളുടെ സാന്നിധ്യത്തിൽ. എന്നിട്ട് അവരെ എങ്ങോട്ടാണ് പോയത്? പാർട്ടി നേരെ ഇവരെ കൊണ്ടുപോയത്, ഈ അക്രമികളെ എല്ലാം കൊണ്ടുപോയത് എവിടെയാണ്? പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ CPM-ൻ്റെ. എന്നിട്ട് അവിടെ നേതാക്കൾ കാവൽ നിന്നു. പോലീസ് ഇത് പ്രശ്നം ഗുരുതരമായതുകൊണ്ട് കേന്ദ്രത്തിനോട് സമാധാനം പറയേണ്ടതുകൊണ്ട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് DGP-യുടെ നിർദ്ദേശം വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം DGP-യെ വിളിച്ചു, ഗവർണറും DGP-യെ വിളിച്ചു. അപ്പോൾ പ്രശ്നം വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ DGP ഉത്തരവിട്ടു. പ്രതികളെ ഒളിപ്പിച്ചിരിക്കുന്ന എവിടെയാണ്? പാർട്ടി ഓഫീസിലാണ് നിർത്തിയിരിക്കുന്നത്. അതിന് കാവലാരാണ്? ഈ നേതാക്കൾ ഉൾപ്പെടെ. നമ്മൾക്കറിയാം, ഏതൊരു കുറ്റകൃത്യം നടത്തിയാലും പ്രതികളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതേപോലെ കുറ്റകരമായ സംഭവമാണ്. ഈ നേതാക്കൾ അതാണ് ശ്രമിച്ചത്. അവിടുന്ന് കൊണ്ടുപോകാനൊക്കത്തില്ല, പ്രതികളെ കൊണ്ടുപോകാനൊക്കത്തില്ല, നിങ്ങൾ പോകൂ, ഞങ്ങൾ പ്രതികളെ കൊണ്ടുതരാം. അതായത് അവർ കൊടുക്കുന്ന പ്രതികളെ വെച്ച് കേസ് നടത്തിക്കണം എന്നുള്ള നിലപാടായിരുന്നു നേതാക്കൾ സ്വീകരിച്ചത്. എന്നിട്ടും മണിക്കൂറുകളോളം ഇവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർ, SP മറ്റവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, IG ആട്ടെ, AIG ആട്ടെ, IG ആട്ടെ, DIG ആട്ടെ, ADGP, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരും അവിടെ വരാതിരുന്നത് തന്നെ ഇവരുടെ ഈ CPM-നോടുള്ള ആ ഒരു വിധേയത്വമാണ് സൂചിപ്പിക്കുന്നത്. അവസാനം ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്തത്? ഇവരുമായിട്ട് ചർച്ച നടത്തി അവസാനം ശരി, ഞങ്ങൾ 4 പേരെ തരാം എന്ന് പറഞ്ഞ് 4 പ്രതികളെ കൊടുത്തു. ബാക്കിയുള്ളവരെ അന്നേരവും പോലീസ് സ്റ്റേഷനിൽ, പാർട്ടി ഓഫീസിൽ അവർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഈ 3-4 പേരെ കിട്ടി. അത് അവരെയും കൊണ്ട് തൃപ്തരായിട്ട് പോലീസ് മടങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിന് നേതൃത്വം നൽകിയ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഇവരെ ഒളിപ്പിച്ചു വെച്ച് ഇവരെ സംരക്ഷിച്ച് നിർത്തി, പ്രതികളെ സംരക്ഷിച്ച കുറ്റകൃത്യം നടത്തിയ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കാനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? കേരള പോലീസ് ഭരണം മാറിയെന്നുള്ളതല്ലാതെ കേരള പോലീസ് ഇപ്പോഴും CPM-ൻ്റെ നിയന്ത്രണത്തിൽ, പിണറായിയുടെയും CPM നേതാക്കളുടെയും ഉത്തരവനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇത് കേരളത്തിൽ വളരെയേറെ
ഗുരുതരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. കാരണം പോലീസിൽ നല്ലൊരു ശതമാനം CPM ഗുണ്ടകളെ അവർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് കേരള പോലീസിൽ. പാർട്ടി പറയുന്ന അനുസരിച്ച് അതാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ കാണിച്ച ആ ഒരു അക്രമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ABVPയുടെ വിദ്യാർത്ഥികൾ, ABVPയിൽപ്പെട്ടവർ കഴിഞ്ഞ വർഷം പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു പ്രതിഷേധ യോഗത്തിൽ നമ്മൾ കണ്ടത്. അന്ന് ആ ABVPക്കാർ കുട്ടികളെ അടിച്ച് ഇഞ്ചപ്പരുവമാക്കി റോഡിൽ കൂടി വലിച്ചഴിച്ചുകൊണ്ട് പോയ പോലീസ് ഇന്നലെ ഈ കുറ്റവാളികളെ ഒളിപ്പിച്ച് താമസിപ്പിച്ച നേതാക്കൾക്കെതിരെ ഒരു കേസെടുക്കാൻ തയ്യാറാകാതിരുന്നത് ഈ രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, കോടതിയെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കാരണം കോടതി ഉത്തരവിട്ടതിന് പ്രകാരമാണ് ED കേസുമായി മുന്നോട്ട് പോയത്. അതായത് കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, കള്ളപ്പണം വെളുപ്പിച്ച കേസ്. മുഖ്യമന്ത്രി എന്നുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം മകളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് മകളുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി അതിൽ കൂടി കൈക്കൂലി വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെടുത്ത കേസാണ് ED അന്വേഷിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതേപോലെ കൈകാര്യം ചെയ്താൽ ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പാർട്ടിയും പിണറായിയും തീരുമാനിച്ച് നടപ്പാക്കിയ ആ ഒരു ധാരണയോടുകൂടി നടപ്പാക്കിയ അക്രമമായിരുന്നു ഇന്നലെ നടന്നത്. അതിന് പോലീസുകാർ സഹായവും സാക്ഷിയുമായി നിന്നു എന്ന് വേണം ഇന്നലത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇതിനെതിരെ കേന്ദ്രം ശക്തമായ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കേന്ദ്ര സർക്കാർ നയം, അത് തന്നെയാണ്. അതനുസരിച്ചാണ് ഛത്തീസ്ഗഡിലും ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ളിടത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും കേന്ദ്ര സർക്കാർ എന്തായാലും ആ കമ്മ്യൂണിസ്റ്റ് ഭീകരത വകവെച്ച് കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേന്ദ്രത്തിൻ്റെ നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് CPM ആയതിനാൽ CPMനെ അതേ രീതിയിൽ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ സമീപിക്കുക എന്നുള്ളത് ഏകദേശം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ മുന്നോട്ട്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടം ചൈനയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയതാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ നേരത്തെ ഇവർ ഉന്മൂലനം വിപ്ലവത്തിൽ കൂടി അധികാരം നേടാൻ ശ്രമിച്ചിട്ട് അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ട് അതിലൂടെ അധികാരത്തിലേറി ഈ കമ്മ്യൂണിസം അവർ ഏകാധിപത്യം നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അവർ പ്രവർത്തിച്ചു വന്നതും. കേരളത്തിൽ പ്രവർത്തിക്കുന്നതും ബംഗാളിൽ അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ത്രിപുരയിലും ആ രീതിയിലായിരുന്നു CPM പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ത്രിപുരയിലെയും ബംഗാളിലെയും ഈ കമ്മ്യൂണിസത്തെയും അവിടുത്തെ ജനങ്ങളുടെ സഹായത്തോടു കൂടി അത് തുടച്ചു നീക്കി എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കുറച്ച് നിലനിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലും അതേ രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനെ ഇത്രമാത്രം ഈ സമീപകാലത്തെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആ ഒരു അക്രമത്തിലേക്കും ഉന്മൂലനത്തിലേക്കും വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷം നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ, ഗുണ്ടാ പശ്ചാത്തലമുള്ളവരെയും ആ മനസ്ഥിതിയുള്ളവരെയുമാണ് അദ്ദേഹം പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. അതിന് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ
ഒന്നുകൂടെ അതിന് ബലം നൽകിക്കൊണ്ട് ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കുന്നവരെ ക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ അവരുടെ ഈ ഇത്തരം പ്രവൃത്തികൾക്ക്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനമെല്ലാം നൽകി മുന്നോട്ട് പോവുകയായിരുന്നു. അത് നമ്മൾ കണ്ട സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരു എതിർപ്പുണ്ടായാൽ അവരെ ഉന്മൂലനം ചെയ്യാൻ മടിക്കാത്ത നേതാവാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ TP വധക്കേസിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഉള്ള ഒരു നേതാവിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും കേരള പോലീസ് എന്ന് വന്നാൽ കേരളത്തിലെ ക്രമസമാധാന നില തികച്ചും വഷളാകും എന്നുള്ള കാര്യം നമ്മൾ വളരെയേറെ ഭീതിയോടെയാണ് കാണേണ്ടത്. ഇത് ഇപ്പോൾ കേരളം ഭരിക്കുന്നവർ ഈ സാഹചര്യം മനസ്സിലാക്കി പോലീസിൽ നിന്ന് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും നീതിയും പരിരക്ഷയും ലഭിക്കുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ലഭിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിനുള്ള ആർജവമാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാണിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.